ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനിൽ ആഫ്രിക്കൻ ഒച്ച് നിയന്ത്രണ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള പ്രതിരോധ മരുന്ന് ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണത്തോടൊപ്പം പ്രതിരോധ മരുന്ന് വിതരണം കൂടി ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് ഇത്. തുരിശ്, മെറ്റാൽഡിഹൈഡ് എന്നീ രാസമരുന്നുകളാണ് ഭൂവിസ്തൃതിക്കനുസരിച്ച് വിതരണം ചെയ്തത്. പ്രതിരോധ മരുന്ന് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പി രജനി അധ്യക്ഷയായി. അത്തരമൊരു അവസ്ഥയിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി രണ്ടാമത്തെ വർഷവും ആഫ്രിക്കൻ ഒച്ച് നിയന്ത്രണ പ്രതിരോധ മരുന്ന് വിതരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു ഒച്ചിൻ്റെ ശല്യം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് തന്നെ ഏറ്റവും കൂടുതലും ആദ്യമായിട്ടും അനുഭവപ്പെട്ട പ്രദേശമാണ് നമ്മുടെ ഇപ്പോൾ 15-ാം വാർഡിലുള്ള ഈ മഹാത്മാ നഗർ എന്ന് പറയുന്ന ഈ പ്രദേശം. നമ്മുടെ ഒരു അനുഭവത്തിലും ശ്രദ്ധയിലും പുഴയോരത്തും തണുപ്പുള്ള ഇടങ്ങളിലുമൊക്കെയാണ് ഇതിൻ്റെ ഒരു ശല്യം നല്ല രീതിയിൽ കണ്ടുവന്നത്. ഞാൻ പ്രതിനിധീകരിക്കുന്ന വാർഡാണ് കൊളക്കാട്ടുകുറിശി വാർഡിലെ പുളിയക്കാട്ട് വിഭാഗം. അതുപോലെ തന്നെ പാറക്കടവ് ക്ഷേത്രത്തോടനുബന്ധിച്ച് കിടക്കുന്ന മണ്ണമ്പറ്റ വാർഡിലെ അതിനോട് ചേർന്ന ഭാഗം, വലിമ്പിലിമംഗലത്തും കരിമ്പുഴ പുഴയോട് ചേർന്ന് കിടക്കുന്ന രാമ്പാടം അതുപോലെയുള്ള ഭാഗത്താണ് അവിടെയും 1-16 വാർഡുകളിൽ ഇതിൻ്റെ ശല്യം കാണുന്നത്. മറ്റിതര പ്രദേശങ്ങളിൽ അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഇവിടെ പുഴയുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വളരെ തണുത്ത അന്തരീക്ഷം വരെ നിൽക്കുന്ന ഒരു പ്രദേശം എന്നല്ലെങ്കിൽ പോലും എങ്ങനെയോ ഈ ഒരു പ്രദേശവും ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ഭീഷണിയിൽ പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ വീടിൻ്റെ അകത്തേക്ക് ആ രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും വീടിനോട് ചേർന്ന് പ്രത്യേകിച്ച് സസ്യങ്ങളിലേക്കെല്ലാം കയറി അതിൻ്റെ ഇലകളെല്ലാം തിന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രയാസം, അതിൻ്റെ രൂക്ഷമായ ശല്യം ഉള്ള സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടു കൂടി ശാസ്ത്രീയമായ ചില അറിവുകളുടെ പിൻബലത്തോടെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തുരിശും മെറ്റാൽഡിഹൈഡ് എന്ന ഒരു കീടനാശിനിയല്ല രാസ പദാർത്ഥവും നമുക്ക് ഇവിടെ നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു. നമ്മൾ അപേക്ഷ തരാൻ വേണ്ടിയെല്ലാം പറഞ്ഞ സമയത്ത് പലരും ഇതിനെ നിസ്സാരമായിട്ട് കണ്ട് അപേക്ഷയൊന്നും തരാതിരുന്നിട്ടുണ്ട്. ഒരു പ്രദേശത്ത് എല്ലാവരും ഒരുപോലെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ആ പ്രതിരോധം ഫലപ്രദമാകുക. അല്ലെങ്കിൽ താൽക്കാലികമായ ചില വിജയങ്ങൾ ഉണ്ടാകാം, പക്ഷേ ശാശ്വതമായിട്ടാവണമെങ്കിൽ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം. ഇവിടെ നമ്മുടെ ഭൂമിയുടെ വിസ്തൃതിക്കനുസരിച്ചിട്ടാണ് ഈ മരുന്നിൻ്റെ അളവ് ക്രമീകരിച്ചു കൊടുക്കുന്നത്. അതിനാണ് നിങ്ങളോട് നികുതി രശീതി ചോദിച്ചത്. ഇവിടുത്തെ താമസക്കാരനാണെന്നുള്ളത്, അതോടൊപ്പം തന്നെ അതിൽ നിങ്ങൾക്ക് എത്ര സെൻറ്റേജ് ഏക്കറേജ് ഭൂമിയുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ചിലരെന്തോ നികുതി അടപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ നികുതി അടക്കില്ല, ഇത് തരുന്നതിനെതിരെ നികുതി അടച്ചതിൻ്റെ ആ വിസ്തീർണത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ മാഡം ഇത് കിട്ടിയ അപേക്ഷകളെ ഇവിടെ ഇപ്പോൾ 34 അപേക്ഷകളെ, ആ 34 അപേക്ഷകളിലെയും ഭൂമിയുടെ വിസ്തീർണം നോക്കി അതിനനുസരിച്ച് കൊണ്ടാണ് തുരിശിൻ്റെയും മെറ്റാൽഡിഹൈഡിൻ്റെയും അളവ് നിശ്ചയിച്ചത്. 2 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഈ വർഷം നമ്മൾ മാറ്റിവെച്ചിട്ട്. ഈ അപേക്ഷയെല്ലാം കിട്ടി, എത്ര ഏക്കറേജിനുള്ള അപേക്ഷ കിട്ടിയെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ മരുന്നിൻ്റെ അളവ് വിഭജിക്കുക അപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവസാനത്തെ അപേക്ഷയും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇനിയും കാത്തിരുന്നാൽ ഇനിയും സമയം പോകുമെന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ അപേക്ഷ വാങ്ങൽ നിർത്തിയത്. 2, ഇത് പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് മരുന്ന് തരുന്ന ഏജൻസികൾക്ക് അതിൻ്റെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പണം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തച്ചമ്പാറയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്കോ ഷോപ്പ്, ആ എക്കോ ഷോപ്പ് മുഖേനയാണ് വാങ്ങിയിട്ടുള്ളത്. എക്കോ ഷോപ്പിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1 നയാ പൈസ ഈ സാമ്പത്തിക വർഷം നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പ്ലാൻ ഫണ്ട് എന്ന ഇനത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്ലാൻ ഫണ്ട് കിട്ടാതെ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ തൽക്കാലം കൃഷിക്കാരുടെയും അല്ലെങ്കിൽ പ്രദേശവാസികളുടെയും എല്ലാം ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും ഉടനെ പരിഹാരം കാണുക എന്നുള്ള താല്പര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ
ഈ ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കൃഷി ഓഫീസർ ഡോക്ടർ കെ നമിത പദ്ധതി വിശദീകരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ വില്ലത്ത്, സെക്രട്ടറി രാജീവ് ശ്രീചിത്ര, പി ഗോപാലകൃഷ്ണൻ, പി എം രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു.